നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡിനോ ടോൺസിൽ ഹൈപ്പർട്രോഫിയെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് അതിനുള്ള സർജറി എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് ഈ അഡിനോ ടോൺസിൽ ഹൈപ്പർട്രോഫിക്ക് ചെയ്യുന്ന സർജറി വായിക്കൂടെയാണ്. നമ്മളൊരു എൻഡോസ്കോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റായിട്ടോ കണ്ടിട്ട് അതിനെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ കോൾഡ് സ്റ്റീൽ ടെക്നിക്ക് എന്ന് പറയും, അതായത് സാധാരണ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ടുള്ളതാണ് പ്ലാസ്മ വാൻസ് എന്ന് പറയും, അല്ലെങ്കിൽ കോബുലേഷൻ വാൻസ്, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ രക്തം വരാനോ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറയും. പിന്നെ നമുക്ക് എൻഡോസ്കോപ്പ് വെച്ചിട്ട് അഡിനോയിഡ് എടുത്ത് കളയാം. ഡിബ്രൈഡർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഷേവ് ചെയ്ത് കളയുന്ന പോലെ എടുത്ത് കളയാൻ പറ്റും. ഇങ്ങനെ പല രീതികളിൽ നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റും. യൂഷ്വലി ഈ സർജറികളിലെല്ലാം ചെറിയൊരു പ്രശ്നമുള്ളത് ബ്ലീഡിംഗ് എന്നുള്ളൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പം അത് കുറയ്ക്കാനുള്ളതാണ് പുതിയ ആധുനികമായ എല്ലാ രീതികളിലും നമ്മൾ ചെയ്യുന്നത്. കഴിയുന്നത്ര ബ്ലീഡിംഗ് വരാനുള്ള ചാൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. ഇതിന് ഏത് കുഞ്ഞുങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോൺസിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ സൈൻ ഗൈഡ് ലൈൻസ് എന്ന് പറയും. അതായത് 1 വർഷത്തിൽ 7 തവണ, അല്ലെങ്കിൽ 2 വർഷത്തിലാണെങ്കിൽ 1 വർഷം 5 തവണ, 3 വർഷത്തിലാണെങ്കിൽ 1 വർഷം 3 തവണ. ഇത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അഡിനോയിഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ യൂഷ്വലി അഡിനോയിഡ് എത്ര വലുതാണ്, അത് കാരണം മൂക്കിൽ അടവുണ്ടോ, അല്ലെങ്കിൽ ചെവിക്ക് പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശ്വാസത്തിനോ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ സ്പീച്ചിനോ വൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കേണ്ട കാര്യമുള്ളൂ.